9 ഉപഗ്രഹങ്ങളെ ഉലച്ച് സൗരക്കൊടുങ്കാറ്റ് വരുന്നു. ഊർജ്ജപ്രവാഹം തിരുവനന്തപുരത്തും ആഞ്ഞടിച്ചു. ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗരക്കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിച്ചില്ലെങ്കിലും ISROയുടെ 9 ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ ഉലച്ചു. മെയ് 10, 11 തീയതികളിൽ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ 30 മുതൽ 200 മീറ്റർ വരെ മാറ്റം വന്നു. ഇത് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം, ഭൂമിയുമായുള്ള ബന്ധം, സേവനങ്ങൾ എന്നിവയെ ബാധിച്ചത് ISRO പരിഹരിച്ചിട്ടുമുണ്ട്. മെയ് 10 മുതൽ 12 വരെയാണ് സൗരക്കൊടുങ്കാറ്റ് ശക്തമായി ഭൂമിയിലെത്തിയത്. ഭൂമിക്ക് നേരെയുള്ള സൂര്യകളങ്ക AR-13 66-4 ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ അതിശക്തമായ കൊറോണൽ മാസ് ഇജക്ഷനും അതിശക്തമായ ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഇടിക്കുകയായിരുന്നു. അമേരിക്കയിലും പസഫിക് മേഖലയിലും ശക്തമായി ബാധിച്ച സൗരക്കൊടുങ്കാറ്റ് ഇന്ത്യയെ കാര്യമായി ബാധിച്ചില്ല. അതിന് കാരണം ഇന്ത്യയുടെ സ്ഥാനം കൊറോണൽ മാസ് ഇജക്ഷൻ ഉണ്ടായി സൂര്യന്റെ ഭാഗത്തിന്റെ എതിർദിശയിൽ താഴ്ന്ന രേഖാംശത്തിലായതാണ്. ഇന്ത്യയിൽ പുലർച്ചെ സൂര്യപ്രകാശം പരക്കും മുമ്പാണ് സൗരക്കൊടുങ്കാറ്റുണ്ടായത്. ഈ സമയത്ത് ഭൂമിയുടെ ബാഹ്യാന്തരീക്ഷമായ അയണോസ്ഫിയർ സജീവമായിരുന്നില്ല. സൂര്യൻ വരുന്നതോടെയാണ് ഇവിടെ ഇലക്ട്രോൺ പ്രവാഹം സജീവമാകുക. സൗരക്കൊടുങ്കാറ്റ് ബാധിക്കുക ആ സമയത്താണ്. എന്നാൽ സൗരക്കൊടുങ്കാറ്റ് സൂര്യതാപം കൂട്ടുകയും അത് ഭൗമാന്തരീക്ഷത്തിൽ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് കാന്തിക ആകർഷണ വലയത്തിൽ മാറ്റമുണ്ടാക്കി. ഇതാണ് ഉപഗ്രഹങ്ങളെ ഉലച്ചത്. ഇന്ത്യക്ക് 30 ഉപഗ്രഹങ്ങളാണുള്ളത്. ഇതിൽ കാർട്ടോസാറ്റ് 2S, കാർട്ടോസാറ്റ് 3, RISAT-B, EO4, കാർട്ടോസാറ്റ് 2BEO 6, EXO-1, R2A, മൈക്രോസാറ്റ് 2B തുടങ്ങിയ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെയാണ് ബാധിച്ചത്. ISROയുടെ ഗ്രൗണ്ട് നിലയങ്ങളായ ആന്ധ്രയിലെ നാഷണൽ അറ്റ്മോസ്ഫറിക് റിസർച്ച് സ്റ്റേഷൻ, തിരുവനന്തപുരത്ത് തുമ്പയിലുള്ള അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ സൗരക്കൊടുങ്കാറ്റുണ്ടാക്കിയ മാറ്റങ്ങൾ വിലയിരുത്തി. ഊർജ്ജപ്രവാഹം തിരുവനന്തപുരത്തിന് മുകളിലൂടെ കടന്നുപോയതായി കണ്ടെത്തിയിട്ടുമുണ്ട്. 10 രാത്രി കാന്തിക പ്രഭാവത്തിൽ 50%, 11 പകൽ 10% ഇന്ത്യൻ അന്തരീക്ഷത്തിൽ വ്യതിയാനമുണ്ടാക്കി. ISROയുടെ ആദിത്യ L1, ചന്ദ്രയാൻ 2 പേടകങ്ങളും സൗരക്കൊടുങ്കാറ്റ് വിലയിരുത്തി. ആദിത്യയിലെ ഉപകരണങ്ങൾ സൗരക്കൊടുങ്കാറ്റിന്റെ വേഗത, താപനില, ആൽഫ കണികകളുടെ സാന്ദ്രത, പ്രോട്ടോൺ കണികകളുടെ മാറ്റങ്ങൾ എന്നിവ വിലയിരുത്തി. 7 തലങ്ങളിലെ ഊർജ്ജ വ്യതിയാനങ്ങളും കണ്ടെത്തി. ചന്ദ്രയാൻ 2 സൗരക്കൊടുങ്കാറ്റിന്റെ കൂറ്റൻ അഗ്നിവലയങ്ങൾ പകർത്തിയിട്ടുമുണ്ട്. സോളാർ സൈക്കിൾ എന്നറിയപ്പെടുന്ന 11 വർഷത്തിനിടെ സൂര്യൻ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ മാറുന്ന പ്രതിഭാസം ഈ വർഷം നടക്കവേ 2 ശക്തമായ സൗരക്കൊടുങ്കാറ്റുണ്ടായതായി ശാസ്ത്രലോകം പറഞ്ഞു. അടുത്ത സോളാർ സൈക്കിൾ പ്രതിഭാസം 2035 നടക്കും. സൂര്യന്റെ ദക്ഷിണധ്രുവം ഉത്തരധ്രുവമായും ഉത്തരധ്രുവം ദക്ഷിണധ്രുവവുമായി മാറുന്ന പ്രതിഭാസമാണ് സോളാർ സൈക്കിൾ. ഈ കാലത്തുണ്ടാകുന്ന സൗരജാലകങ്ങൾ ഭൂമിയെ ബാധിക്കും. അതിശക്തമായ സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിൽ വീശതായി റിപ്പോർട്ടുമുണ്ട്. 2 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കൊടുങ്കാറ്റാണ് വെള്ളിയാഴ്ച ഭൂമിയിലെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള ആകാശത്ത് സൗരജാലം പ്രത്യക്ഷമാവുകയും ചെയ്തു. കൊടുങ്കാറ്റ് വാരാന്ത്യം വരെ തുടരുകയാണെങ്കിൽ മൊബൈൽ സിഗ്നലുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ ഗ്രിഡിനെയും ബാധിച്ചേക്കാമെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു. കഴിഞ്ഞ 19 വർഷത്തിനിടെ ഉണ്ടാകുന്ന അതിശക്തമായ ആദ്യ സൗരക്കൊടുങ്കാറ്റ് മുന്നറിയിപ്പാണിതെന്ന് അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു. 2005 ജനുവരിയിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് മുമ്പ് പുറപ്പെടുവിപ്പിച്ചത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന സൗരക്കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച വൈകി ആരംഭിച്ച് ഞായറാഴ്ച വരെ നിലനിൽക്കുമെന്നാണ് കരുതിയിരുന്നത്. ഭൂമിയിൽ ഏകദേശം 60 മുതൽ 90 മിനിറ്റ് വരെ ഇതിന്റെ സ്വാധീനമുണ്ടാകാം. സൗരക്കൊടുങ്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ട്രാൻസ്പോളർ വിമാനങ്ങൾക്കും യാത്രക്കാർക്കും ക്രൂ അംഗങ്ങൾക്കും എക്സ്പോഷർ കുറയ്ക്കുന്നതിനായി വിമാനം വഴിതിരിച്ചുവിടുന്നതിനടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് അടുക്കുമ്പോൾ ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷം ചൂടാക്കി ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ ബാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇതുവഴി GPS നാവിഗേഷൻ, മൊബൈൽ ഫോൺ സിഗ്നൽ, സാറ്റലൈറ്റ് TV എന്നിവയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതേസമയം സൗരക്കൊടുങ്കാറ്റിനെ തുടർന്ന് വടക്കൻ യൂറോപ്പിലെയും ഓസ്ട്രേലിയയും ജനങ്ങൾക്ക് രാത്രിയിൽ മനോഹരമായ അറോറ പ്രതിഭാസം കാണാനും സാധിച്ചു. നിരവധി പേർ ഇതിന്റെ ചിത്രങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.